വളരെ കുറച്ചു മാത്രം നിലനിന്ന് സാന്നിധ്യം അറിയിച്ചു പോകുന്ന ചില കലാകാരന്മാരുണ്ട്. AK സുകുമാരൻ അത്തരത്തിലൊരു ഗായകനാണ്. 4 ചിത്രങ്ങളിലെ അദ്ദേഹം പാടിയിട്ടുള്ളൂ. അദ്ദേഹത്തെ രംഗത്തേക്ക് കൊണ്ടുവരുന്നത് ശ്രീ ബാബുരാജാണ്, കടത്തുകാരൻ എന്ന ചിത്രത്തിലൂടെ. ഇതിൽ ശ്രീ സുകുമാരന് പാടാൻ വെച്ചിരുന്നത് ഒരു ഹാസ്യഗാനമായിരുന്നു. എന്നാൽ ആദ്യമായി പാടുന്ന ഗാനം ഒരു മെലഡി ഗാനം തന്നെ ആയിരിക്കണമെന്ന് സുകുമാരന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. ഒടുവിൽ ശ്രീ ബാബുരാജ് വളരെ മനോഹരമായ ഒരു യുഗ്മഗാനം തന്നെ ശ്രീ സുകുമാരന് നൽകി. എസ് ജാനകിയുമായി ചേർന്ന് വയലാറിൻ്റെ രചനയിൽ മണിമുകിലേ മണിമുകിലേ എന്ന ഗാനം ശ്രീ സുകുമാരൻ്റെ ജീവിതത്തിലെ അടയാള ഗാനമായി തന്നെ മാറി. പിന്നീട് ജനപ്രിയമായ നിരവധി നാടകഗാനങ്ങളും ലളിതഗാനങ്ങളുമെല്ലാം അദ്ദേഹം പാടി. ചിത്രത്തിൽ ഈ രംഗത്ത് അഭിനയിച്ചിരിക്കുന്നത് അയ്യപ്പ വേഷങ്ങളിലൂടെ പ്രശസ്തനായി പിന്നീട് മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റായി മാറിയ ശ്രീ ഹരിയാണ്. ഗാനം ശ്രദ്ധിക്കാം. കളിയോടത്തിൽ കാക്ക പൊന്നിനു പോണു മണിമുകിലേ മണിമുകിലേ മാനം നീരാരുടെ പൊന്നും തോണിയിലേറി പോണു തോണിയിലേറി പോണു. മാരിവില്ലിൻ പാദസരം വാരിയണിഞ്ഞും കൊണ്ടേ ഓ മാരിവില്ലിൻ പാദസരം വാരിയണിഞ്ഞും കൊണ്ടേ പോകുവതെങ്ങൊരു പാൽക്കുടമേന്തിയ ഗോകുല കന്യക പോ പകരം കന്യക നീ ഒരു കുചേലനെ കണ്ടു ഒരു കുചേലനെ കണ്ടു കരയിൽ ഗോകുലമല്ല കണ്ടതു കറുക കുടിലല്ലോ ഒരു കറുക കുടിലല്ലോ. മണിമുകിലേ മാനം നീരാരുടെ പൊന്നും തോണിയിലേറി പോണു തോണിയിലേറി പോണു. നടന് ഒരേ അച്ചിൽ വാർത്ത കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുക വഴി സ്റ്റീരിയോ ടൈപ്പഡായി പോകാമെന്നൊരു അപകടമുണ്ട്. പ്രശസ്ത നടനായ ദിലീപ് കുമാറിന് ഈ അപകടം കുറച്ചുകൂടി തീവ്രമായിരുന്നു. തുടർച്ചയായി ദുഃഖ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച അദ്ദേഹം ഒരു ഘട്ടത്തിൽ മെൻ്റൽ ഡിപ്രഷൻ്റെ അടുത്ത് വരെ എത്തി. അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ഒരു ഡോക്ടറാണ് ഇനി മുതൽ പ്രസാദാത്മകമായ കഥാപാത്രങ്ങൾ ചെയ്യണമെന്ന് ദിലീപ് കുമാറിന് ഉപദേശം കൊടുത്തത്. അങ്ങനെയാണ് 1960 പുറത്തിറങ്ങിയ കോഹിനൂർ എന്ന ചിത്രത്തിൽ അദ്ദേഹം നായകനാകുന്നത്.
മീനാകുമാരിയായിരുന്നു നായിക. ഇതിലെ മനോഹരമായ ഗാനങ്ങൾ, ഷക്കീൽ ബദായിനിയും നൗഷാദ് സാബും ചേർന്നൊരുക്കിയ മനോഹരമായ ഗാനങ്ങൾ ഈ ചിത്രത്തിൻ്റെ വിജയത്തിന് ഒരു പ്രധാന പങ്ക് വഹിച്ചു. ആ വർഷത്തെ മികച്ച നടനുള്ള ഫിലിംഫെയർ അവാർഡ് ദിലീപ് കുമാറിന് ഈ ചിത്രം നേടിക്കൊടുക്കുകയും ചെയ്തു. കോഹിനൂർ എന്ന ചിത്രത്തിലെ ലതാ മങ്കേഷ്കർ